രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയെങ്കിലും നടപടിക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി വരെ കാക്കണമെന്ന KPCC നേതൃത്വത്തിന്റെ വാശിയാണ് വിജയിച്ചത്. മാതൃകാ നിലപാടെന്ന് അവകാശപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായവരെ പുറത്താക്കിയോ എന്ന ചോദ്യമുയർത്തുമ്പോഴും ജാമ്യവിധി വരെ പുറത്താക്കൽ വൈകിച്ചത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ ഉയർന്നു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ മുൻകൂർ ജാമ്യത്തിൽ ഉത്തരവ് വന്ന ശേഷം തീരുമാനമെടുത്താൽ മതിയെന്നായിരുന്നു KPCC നേതൃത്വത്തിന്റെ ഉറച്ച നിലപാട്. ഹൈക്കമാൻഡ് നടപടിക്ക് പച്ചക്കൊടി വീശിയിട്ടും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കളും നടപടി ആവശ്യപ്പെട്ടിട്ടും KPCC നേതൃത്വത്തിന് കുലുക്കമൊന്നുമുണ്ടായില്ല. മുൻകൂർ ജാമ്യം കിട്ടിയാൽ പുറത്താക്കൽ ഒഴിവാക്കാമെന്ന് കരുതിയാണ് തീരുമാനം വൈകിപ്പിച്ചത്. ജാമ്യഹർജി തള്ളിയ തീരുമാനത്തിനൊപ്പം പുറത്താക്കലും വന്നു. നേതാക്കൾ ജയിച്ചു, കോൺഗ്രസ് തോറ്റു. തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാണ്ടമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ഇതിപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ. AKG സെൻറ്ററിൽ പൊടി പിടിച്ച് മാറാല പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട്. ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും. ആക്ഷേപം വന്നപ്പോൾ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ പുറത്താക്കൽ വൈകിയതിനെ കോൺഗ്രസ് ന്യായീകരിക്കുന്നുണ്ട്. എങ്കിലും മുൻകൂർ ജാമ്യം തള്ളിയതിന് തൊട്ടു പിന്നാലെയുള്ള പുറത്താക്കൽ ഗത്യന്തരമില്ലാതെയുള്ള നടപടിയാണെന്ന വിമർശനം കോൺഗ്രസിൽ തന്നെയുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ CPM നടപടിയെടുക്കാത്തതാണ് കോൺഗ്രസിന്റെ പിടിവള്ളി. പാർട്ടിയുടെ വിശ്വാസ്യത ഒരു കാരണവശാലും തകരില്ല. പാർട്ടി എടുത്ത നിലപാടുകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന് കൂടുതലായിട്ടുള്ള വിശ്വാസമാണ് കിട്ടുന്നത്. കോൺഗ്രസ് മാതൃകാപരമായി CPM-നെ പോലെയല്ല. കളവ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന, അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യം വരും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതോടെ ഇനി രാഹുലിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടുകയാണ്. രാഹുലിനെ സംരക്ഷിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെ ആക്രമണം ഷാഫി പറമ്പിലിന് നേരെ തിരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.